ചൊവ്വാഴ്ച രാത്രി 11 മണി വരെയുള്ള ബിഗ് ബോസ് മലയാളം സീസൺ 7 വോട്ടിംഗ് റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എല്ലാ മത്സരാർത്ഥികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒട്ടും വൈകാണ്ട് നമുക്ക് വോട്ടിംഗ് റിസൾട്ടിലേക്ക് കയറാം. ഒന്നാം സ്ഥാന കരസ്ഥമാക്കിയ അനുമോളാണ്. അനുമോൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 30,522 വോട്ടുകൾ അനുമോൾ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അനുമോൾ ഏകദേശം ഉറച്ച മട്ടിൽ തന്നെയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നിൽക്കുന്നത്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയുള്ളത് അനീഷാണ്. അനീഷ് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 30,125 വോട്ടുകൾ അനീഷ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. ബട്ട് അനീഷിന്റെ വളരെ രീതിയിൽ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു നല്ല രീതിയിലുള്ള വോട്ട് കുറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള നൂറയാണ്. നൂറൊക്കെ ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 29,540 വോട്ടുകൾ നൂറ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നാലാം സ്ഥാനത്തോട്ട് കുതിച്ചെത്തുന്നത് അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 28,998 വോട്ടുകൾ അക്ബർ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. ഇതിൽ അക്ബറും ഏകദേശം നിറയുറച്ച മട്ടിൽ തന്നെയാണ് നാലാം പൊസിഷനിൽ നിൽക്കുന്നത്. ഇനി വമ്പിച്ച ട്വിസ്റ്റ് ഇനി സംഭവിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ അഞ്ചാം സ്ഥാന കരസ്ഥമാക്കിയത് ആര്യനാണ്. ആര്യന് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 28,530 വോട്ടുകൾ ആര്യ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടുപേരും വളരെ ഡേഞ്ചർ പൊസിഷനിൽ നിൽക്കുന്ന രണ്ടുപേരാണ്. അങ്ങനെ ആറാം സ്ഥാനം കരസ്ഥമാക്കിയത് നെവിനാണ്. നെവിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 27,310 വോട്ടുകൾ നെവിന് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഡേഞ്ചർ സോണിൽ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ ഒരു എവിക്ഷനെ ഉള്ളൂ എന്ന് പക്ഷത്തിൽ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് സബുമാൻ. സബുമാൻ ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 26,405 വോട്ടുകൾ മാത്രമേ സബുമാൻ ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. എനിക്കിത്രേ പറയാനുള്ളൂ. ബിഗ് ബോസ് വീട്ടിൽ സത്യം പറഞ്ഞാൽ ഡിസേർവിങ് ആയിട്ടുള്ള നന്നായി ഗെയിം കളിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യക്തിക്ക് മാത്രം വോട്ട് ചെയ്യുക. അല്ലാണ്ട് കലബിലാന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്ക് വോട്ട് ചെയ്ത് വെറുതെ ജയിപ്പിക്കരുത്. എന്തായാലും ആരെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുമ്പോഴും ഒന്ന് ആലോചിച്ചിട്ടൊക്കെ തീരുമാനിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈ.